അത് പ്രസംഗിക്കുകയും വേണം. അതിൻ്റെ അടിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. ഇതിനെപ്പറ്റി തർക്കിക്കാനെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, ടി പി പറഞ്ഞു, തർക്കിക്കും വാദപ്പതിയാൻ നടത്തൊന്നും വേണ്ട, ഒപ്പിടുന്നുണ്ടോ ഇല്ലേ, അവരെഴുതിക്കൊണ്ട് നിന്റെ അടിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. അപ്പൊ ഒപ്പിട്ട് കൊടുത്താൽ എന്തായി? എനിക്ക് പണ്ട് ജിന്നുകളോട് സഹായം ചോദിക്കൽ ചെറുക്കല്ല എന്ന് വാദം ഉണ്ടായിരുന്നു. ഇപ്പൊ സംഘടന കയറാൻ വേണ്ടി ഞാനത് തിരുത്തി എന്നിട്ട് പുതിയ ലേഖനം എഴുതി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇതിൽ ഒപ്പിടാൻ പറ്റൂല, എനിക്ക് പഠിക്കാനും ആലോചിക്കാനും സമയം വേണം. പിന്നെ വേറൊരു കടലാസ്, ആ കടലാസിൽ എന്താ അറിയോ? ജിന്നുകളോടുള്ള സഹായതേട്ടം, അതുപോലെ ജിന്നുബാധയുണ്ടെന്ന് സംശയിക്കുന്നവരെ ചികിത്സിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ എന്റെ സംസാരങ്ങളിലും എന്റെ എഴുത്തുകളിലും വന്നിട്ടുള്ള പ്രമാണവിരുദ്ധമായ കാര്യങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാഹി പ്രവർത്തകർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ഞാൻ വ്യസനിക്കുന്നു. അപ്പൊ ആദ്യം പ്രമാണവിരുദ്ധമായിട്ട് എനിക്ക് ഉണ്ടായത് തെളിയിച്ചു തരണ്ടേ? തെളിയിച്ചു തരാതെ ഇവർ എഴുതിക്കൊണ്ടുവന്ന സാങ്കല്പികമായ തെറ്റിന്റെ പേരിൽ എനിക്ക് ഖേദിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ എഴുതി, ഇത് എനിക്ക് പഠിക്കാനും ചിന്തിക്കാനും സമയം ആവശ്യമാണ്. എന്നിട്ട് റമദാൻ അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ അപ്പൊ ഒപ്പിടാതെ എപ്പോഴാണ് ഒപ്പിടുന്നത്, എത്ര ദിവസം വേണം, 30-ാം തീയതി ഇടുവോ, അങ്ങനെ പല ഡേറ്റും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കട്ട് ഓഫ് ഡേറ്റ് ഒന്നും പറയണ്ട, റമദാനൊക്കെ അല്ലേ, റമദാനൊക്കെ കഴിഞ്ഞോട്ടെ, അവസാനത്തെ 10 ആണ്. ഇനിയിപ്പോ ഏതായാലും ഇപ്പൊ പിൻവലിച്ചിട്ടൊരു ക്ലാസ് ഇനി നടക്കില്ല, റമദാനിൽ ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ലല്ലോ, ആയിക്കോട്ടെ നിങ്ങൾ അധികാരം നിങ്ങൾ ഉപയോഗിച്ചു. ശരി, റമദാൻ കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് 6 നോമ്പിന്റെ അടക്കം അടിയന്തര എക്സിക്യൂട്ടീവ് KNM ചരിത്രത്തിലില്ലാത്തതാ. അപ്പൊ ഞാൻ 2 ദിവസം മുമ്പ് ഇങ്ങനെ എക്സിക്യൂട്ടീവ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ എന്തുകൊണ്ട് ഞാൻ ഒപ്പിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന കത്ത് എഴുതിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ പുറത്തൊരു പുസ്തകം കിട്ടും, സലഫി പ്രവർത്തകരോട് സ്നേഹപൂർവ്വം എന്റെ 2 കത്തുകളും അവർ തന്ന നിബന്ധനകളുമാണ് അതിലുള്ളത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം എന്താ സംഭവിച്ചത് എന്ന് ആളുകൾക്ക് മനസ്സിലാകണല്ലോ. എന്തൊക്കെയോ ചില പുകമറകളും തെറ്റിദ്ധാരണകളും ആളുകൾക്കിടയിലുള്ളത്. എല്ലാവരും വേദനിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന്. നമ്മൾ പഠിക്കല്ലാതെ നിവൃത്തിയില്ല. ഭിന്നിപ്പുണ്ടാകരുത് എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഭിന്നിപ്പുണ്ടാകുന്ന അള്ളാന്റെ റസൂലും ഖുർആനൊക്കെ പറഞ്ഞതാ. വലാ യസാലൂന യഖ്തലിഫൂന ഇല്ലാ മൻ റഹിമ റബ്ബുക വലിദാലിക ഖലഖഹും. ആളുകൾ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും, നിന്റെ റബ്ബ് റഹ്മത്ത് ചെയ്തൊഴികെ അതിന് രക്ഷപ്പെടൂല. അത് അവസാന കാലം വരെ ഉണ്ടായിക്കണം. അത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വമൻ യഅ്ശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്കു ശേഷം ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണേണ്ടി വരും. അപ്പൊ എന്താ ചെയ്യാ? അഭിപ്രായ ഭിന്നത കാണുമ്പോൾ ഞെട്ടിത്തെരിച്ച് മാറി നിൽക്കല്ല വേണ്ടത്. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന. നിങ്ങൾ എന്റെ ചര്യയെ മുറുകെ പിടിക്കണം, സന്മാർഗനിഷ്ഠരായ എന്റെ പിൻഗാമികളുടെ ചര്യയെ മുറുകെ പിടിക്കണം. ഉല്ലു അലൈഹാ ബിന്നവാജിദ്. നിങ്ങൾ അതിനെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. വയ്യാക്കും മുഹ്ദസാത്തിൽ ഉമൂർ. ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാ റസൂൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് ഭിന്നിപ്പിന്റെ സമയത്ത് സത്യമേതാണെന്ന് മനസ്സിലാക്കി അതിന്റെ കൂടെ നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ. സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ. സത്യവാന്മാരുടെ കൂടെ നിങ്ങൾ നിലകൊള്ളണം. ഈ ആയത്ത് ഓതിയിട്ടാണ് കഴിഞ്ഞ തവണ ഈ നേതൃത്വത്തിന്റെ ഒപ്പം ആളുകളെ നമ്മൾ നിർത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കളിച്ച കളികൾ കാണുമ്പോ പടച്ചോനെ, ഇവരെ കൂടെയാണല്ലോ നമ്മൾ നിർത്തിയത്, ഇവനാണല്ലോ സാദിഖീങ്ങളാണെന്ന് നമ്മൾ വിചാരിച്ചു പോയത് എന്ന് വിചാരിച്ചു പോയി. അത്രമാത്രം അനീതികളും അക്രമങ്ങളുമാണ് കഴിഞ്ഞ KNM ഇലക്ഷൻ കാലത്ത് നടന്നിട്ടുള്ളത് എന്ന് വേദനയോടുകൂടി, ഒരല്പം ലജ്ജയോടുകൂടി, കാരണം ഇവിടെ മുജാഹിദുകളിനകത്ത് ഒരുപാട് ആൾ വന്നിട്ടുണ്ടാവും, ലജ്ജയോടുകൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നിരിക്കുക. അത് പറയല്ലാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയാണ്. അപ്പൊ എനിക്കതിനുള്ള കുറ്റപത്രത്തെക്കുറിച്ച് ഒരല്പം നിങ്ങളോട് പറയാണ്. എനിക്കതിൽ കുറ്റപത്രം തയ്യാറാക്കിയ ആളുകള് വേറൊരാളെയും കൂടി ഇപ്പൊ പുറത്താക്കിയുള്ള ഒരു കൊല്ലത്തേക്ക്, അബ്ദുറഹ്മാൻ ഇരിവേറ്റി. അയാളെ നാൾ വഴി എന്താ അവിടെ നിന്നും വായിക്കാത്തത് ഉണ്ടോ? അയാൾക്കും ഇങ്ങനെ കുറെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെവിടെയും വായിക്കുന്നില്ല. സക്കരിയ സലാഹിന്റെ നാൾ വഴി ഇങ്ങനെ വായിക്ക. അനീതിയാണത്, അക്രമമാണത്. കാരണം എന്താ പറയുക, ഇരിവേറ്റിനെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അയാൾ ജിന്നബാദല്ല, സിഹിർബാദല്ല എന്നൊക്കെ പരസ്യമായി സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോഴും മാധ്യമത്തിൽ എഴുതി. ചില കുട്ടി മൗലവിമാർ കൊണ്ടുവന്നതാണ് സിഹിർബാധയുണ്ടെന്ന വിശ്വാസം. മുമ്പത്തെ മുജാഹിദുകൾക്ക് അത് ഉണ്ടായിരുന്നില്ല. ആ കുട്ടി മൗലവിമാർക്ക് ജമിയത്തുൽ ഉലമ വഴങ്ങിക്കൊടുത്തു എന്ന് പരസ്യമായി ലേഖനം എഴുതി. എന്നിട്ട് അയാൾക്ക് ഒരു പ്രശ്നമല്ല, അയാൾക്ക് ഒരു കൊല്ലത്തെ തൽക്കാലം മാറ്റി നിർത്തൽ. അഹ്ലുസുന്നയുടെ ആദർശമനുസരിച്ച് ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ പറയുന്നത് പോലെ പറഞ്ഞ് എനിക്ക് കാലാകാലത്തേക്ക് ഔട്ട്, എന്നെ നീക്കം ചെയ്തു. സംഘടനയുടെ പ്രാഥമിക അംഗത്വം നീക്കം ചെയ്തു. മടവൂരികൾ പറഞ്ഞ വല്ല വേസ്റ്റ് നീക്കണമായിരിയാണ്. അവർക്ക് അവരുടെ വലിയ ഡിമാൻഡ് ആയിരുന്നു സക്കരിയ സലാഹിനെ പുറത്താക്കണം. അലിമദനി പ്രസംഗിച്ചാലും അതന്നെ, ഇവരെ മനസ്സിലിരിക്കും അത് തന്നെ.
അപ്പോ എന്നെ പുറത്താക്കിയ പ്രശ്നം തീരുന്നു വിചാരിച്ചു. അപ്പൊ വീണ്ടും മടവൂരി എളുപ്പ പറയാ, 2 ആളെ പുറത്താക്കിയാ തീരുന്നതല്ല പ്രശ്നം, ഞങ്ങൾ നിങ്ങളെ വിടൂല. കഴിഞ്ഞ 10 വർഷം നിങ്ങൾ ഖുർആനും സുന്നത്തും ദുർവ്യാഖ്യാനം ചെയ്ത് ഈ പിശാച് ബാധയും ഈ സിഹ്റും കൂടോത്രവും ഒക്കെ ഈ മുജാഹിദുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത നേതൃത്വം മാപ്പർഹിക്കുന്നില്ല. അവർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് മർക്കസ് ദേവയിൽ വന്നിട്ട് ഏത്തമിടണം എന്നാ ഇപ്പൊ പറയണത്. നോക്കണങ്ങള് എന്തുണ്ടായി? ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫി ഒരു പുതിയ തൗഹീദ് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. തൗഹീദ് 2012 എന്നാണ് ഇപ്പൊ നമ്മളിന് പേരിട്ടിട്ടുള്ളത്. ഇതുവരെ ഷിർക്കല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഷിർക്കാണെന്ന് ഇപ്പൊ മാറ്റി പറയാണ്. അങ്ങനെ മൂപ്പര് മാറ്റുമ്പോ എല്ലാരും മാറ്റിക്കൊള്ളണം, അല്ലെങ്കിൽ മൂപ്പര് വിടൂല. ഇനി കുറച്ച് കഴിഞ്ഞ് മൂപ്പർക്ക് ഷിർക്കല്ലാന്ന് തോന്നിയാൽ അപ്പൊ ഇനി ഷിർക്കല്ല എന്ന് പറയണം. അതാ അങ്ങനെയാണ്. അപ്പൊ അത് ആ തൗഹീദ് 2012 കൊണ്ട് ഇപ്പൊ എന്താ ഉണ്ടായത്? മൂവാറ്റുപുഴയിൽ പോയി സംവാദം നടത്തി. പണ്ടൊക്കെ നമ്മളോട് ആ ചോദ്യം ചോദിക്കുമ്പോ നമ്മൾ കൊടുത്തൊരു മറുപടി ഉണ്ട്. ആ മറുപടി കേട്ടപ്പോ ഖുറാഫികളെ മുഖം വളരെയായിരുന്നു. പിന്നെ ഇവ ചോദിക്കൂല. ഇവിടെ ഖുറാഫികളുടെ മുഖം തിളങ്ങി. ഇൻഷാ അല്ലാ അതൊക്കെ മകരിന് ശേഷം ക്ലിപ്പിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോ അവരെ മുമ്പിൽ നാണം കെട്ടു, മടവൂരികളെ മുമ്പിലും നാണം കെട്ടു. മടവൂരികൾക്ക് ഇപ്പൊ ജീവൻ വെച്ചു. അവരിപ്പോ പുതിയ ക്യാമ്പയിനേറ്റ് ഇറങ്ങിയിരിക്കുകയാണ്. നവയാഥാസ്ഥികതയുടെ ഒരു പതിറ്റാണ്ട്. നവ ഖുറാഫിസമാണ് കഴിഞ്ഞ 10 കൊല്ലമായി കേരളം നടപ്പിലാക്കിയത്. നോക്കിങ്ങള്, അവരിപ്പോ അത് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് എന്നെ കുറിച്ചുള്ള ഈ കുറ്റപത്രം നാടൊക്കെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ചെയ്തത് ഒന്ന് കേട്ടോളൂ. സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രൂപത്തിൽ ഈ വിഷയങ്ങൾ ജനങ്ങളോട് പറയരുതെന്ന് സക്കരിയ സലാഹി, ശംസുദ്ദീൻ ബാലത്ത് എന്നിവരെ വിളിച്ച് ഉപദേശിച്ചു. വേറെ ചിലരൊക്കെ വിളിച്ചിട്ടുണ്ട്, അത് ഇതിൽ പറഞ്ഞിട്ടില്ല. അവർക്ക് താല്പര്യമുള്ള പേര് മാത്രമേ പറയുള്ളൂ. അങ്ങനെ കുറ്റപത്രത്തിന്റെ കോലം ഇരിക്കട്ടെ. അവിടെ മുതൽക്ക് തുടങ്ങുകയാണ് കൃത്രിമത്വം, തട്ടിപ്പും. എന്നിട്ടോ ഉപദേശം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ലേ? മടവൂരികൾ ഇതേറ്റ് ഇറങ്ങിയപ്പോ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും ഒന്നും മറുപടി അറിയാൻ പോണ്ട, പോലെ എന്താച്ചാ പറഞ്ഞു പോയിക്കോട്ടെ. ആയിക്കോട്ടെ, പറയണ്ട, നേതൃത്വം പറയണ്ട അറിഞ്ഞല്ലേ. അവർക്ക് നല്ല സുഖ, ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കാൻ നല്ല സുഖമാണല്ലോ. അങ്ങനെ പറഞ്ഞ് കയറിയവര്. എന്നിട്ട് പിന്നെ നേതൃത്വം വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അങ്ങനെ വിട്ടാ പറ്റൂല, നമ്മൾ ആളുകളുടെ ഇടയിൽ മാനം കെട്ട് നമ്മൾ വലിയ ഖുറാഫികളാണെന്നപ്പോ അവർ സ്ഥാപിച്ചു കഴിഞ്ഞു. അവിടെ മറുപടി പറയണം. എന്നാ മറുപടി പറയാ. നേതൃത്വം പറയണ്ടായിരുന്നപ്പോ നമ്മൾ പറഞ്ഞില്ല, പറയണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു. എന്നിട്ടോ സക്കരിയ സലാഹി, ബാലുശ്ശേരി, ഇരുവേറ്റി എന്നിവരെ ജാമിയ സലഫി വിളിച്ചു വരുത്തി ഉപദേശം നൽകി. ഞങ്ങളെ മാത്രമാണ് വിളിച്ചത്, KV അബ്ദുൽ ലത്തീഫ് മോലിനെ വിളിച്ചിട്ടില്ലേ? എന്താ അതിവിടെ പറയാത്തത്? അത് ഞമ്മന്റെ ആളാപ്പോ കൊണ്ട് പറയില്ല. അതുപോലെ ജമീല ടീച്ചറെ വിളിച്ചിട്ടില്ലേ? വിളിച്ചു എന്നാ ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. ഞങ്ങളല്ല, ഞങ്ങളെ വേറെ സമയത്ത് അവരെയും വിളിച്ച് ഇതുപോലെ ഉപദേശിക്കും ശാസിക്കും ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞ. അത് നുണയാണോന്ന് ഇപ്പോ സംശയിക്കണം. ഒന്നുകിൽ അത് നുണ, അല്ലെങ്കിൽ ഞമ്മന്റെ ആൾ എന്നുള്ള ഒഴിവാക്കി. എനിക്കിതിലെ കുറ്റപത്രത്തിലെ 2ാം നമ്പർ പറഞ്ഞ കാര്യം അത്. പിന്നെ 3, KNM ISM MSM നേതാക്കളുടെ മുമ്പിൽ മുജാഹിദ് സെന്ററിൽ വെച്ച് ശാസന നടത്തി. അതിന്നെ മാത്ര ഇവരെയൊക്കെ ശാസിച്ചിട്ടില്ല. എന്താ പേര് പറയാത്തത്? മാത്രല്ല നിങ്ങളെ ശാസിക്കുകയാണ് എന്ന്. എന്തിനാണ്? സംസാരിക്കാൻ പാടില്ല, ചർച്ചയൊന്നുമില്ല ഇവിടെ. നിങ്ങളെ ശാസിക്കുകയാണ്. പിറ്റേന്ന് വിചിന്തനത്തിൽ ഇങ്ങനെ ജിന്ന് സിഹർ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്ന ആളുകളെ സെന്ററിൽ വിളിച്ചു വരുത്തി ശാസിക്കുകയും അവർ മേലില്ലത് തുടരുകയില്ല എന്ന് അവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളോട് വർത്താനം പറയണ്ടായിരുന്ന പിന്നെ എങ്ങനെ ഞങ്ങൾ സമ്മതിക്കല്? ഇങ്ങനെ ആട്ടല്ല, മിണ്ടാൻ പാടില്ല, ചർച്ച ഒന്നും പാടില്ല, ശാസിക്കുകയാണ്. ഇന്നും അറിഞ്ഞൂടെ എന്തിനാ ശാസിച്ചത്? ഒരു പ്രസ്ഥാനത്തിന്റെ ഗതികേട് ആലോചിച്ച് നോക്കിങ്ങള്. എന്താ ഇത്ര തുറന്നു പറയാൻ വയ്യാത്തൊരു വിഷയത്തില്? ലോകത്ത് എവിടെയില്ല ഈ ജിന്നും സിഹറും ശൈത്താനൊന്നും. ലോകത്തുടനീളമുള്ള സലഫി സംഘടനകൾ ഇതൊരു കീറാമുട്ടിയാണോ? അല്ല. ഇവിടെ കുറച്ച് അഖലാനിയത്തും കുറച്ച് സലഫിയത്തും കുറച്ച് മതേതരത്വം ഒക്കെ പട കൂട്ടിക്കൊഴമ്പിറ്റാ. അതവിടുത്തെ പ്രശ്നം. യഥാർത്ഥത്തിൽ പ്രമാണങ്ങളിൽ ഉള്ളതുപോലെ സ്വീകരിക്കാൻ മനസ്സില്ലാത്ത കുറച്ചാള് ഇതിലുണ്ട്. അതവിടുത്തെ പ്രശ്നം. ലോകത്തെവിടെയും സലഫികൾക്ക് ഇതൊരു കീറാമുട്ടിയല്ലോ. പ്രമാണങ്ങളുള്ളത് സ്വീകരിക്കണം, അതിലെന്താ പ്രശ്നം? അതൊന്ന് സ്വീകരിച്ചാ പോരെ. സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ മടവൂരിനെ പുറത്താക്കാൻ കണ്ടുപിടിച്ച എന്തോ ബോംബൊന്നും അല്ല. സലഫുകൾ എങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയത് അതുപോലെ ദീന് മനസ്സിലാക്കണം എന്ന അർത്ഥം. ജിന്ന് സിഹർ വിഷയത്തിലും സലഫു സാലികൾ എങ്ങനെയാ നടപടി സ്വീകരിച്ചത്, സഹാബത്ത് എങ്ങനെയാ മനസ്സിലാക്കി, അതുപോലെ മനസ്സിലാക്കിയ പോരെ. അപ്പൊ അതാണ് സുഹൃത്തുക്കളെ 3ാമത്തെ നടപടിക്രമം. 4ാമത്തെ എന്താണെന്നറിയോ? സക്കരിയ സലാഹിയുടെ മേൽനോട്ടത്തിലുള്ള ഇസ്ലാഹ് മാസികയിൽ 2007 ഏപ്രിൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനത്തിൽ വായിക്കുന്ന ലേഖനം, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്നതും പകൽ വെളിച്ചത്തിൽ. അത് യഥാർത്ഥത്തിൽ ഹാജറ ബീവി സംഭവത്തോട് അനുബന്ധിച്ച് ഒന്നും, യാ ഇബാദല്ലാ ഐനുനി എന്ന മരുഭൂമിയിൽ വെച്ച് പറയുന്ന വിളിയെ കുറിച്ചുള്ള വേറൊന്നും. ഇത് രണ്ടും ഉള്ളത്. അത് ഞാൻ എഴുതി പ്രചരിപ്പിച്ചാണ്. എന്തൊരു ബന്ധാ ഞാനുമായിട്ട്.
ഞാൻ ഇസ്ലാഹ് മാസികയുടെ എഡിറ്റോറിയൽ ബോർഡിലെ ഒരംഗം മാത്രമാണ്. ഞാനതിന്റെ മാനേജറോ അസിസ്റ്റന്റ് മാനേജറോ അല്ല, ചീഫ് എഡിറ്ററോ സബ് എഡിറ്ററോ അല്ല. എന്താ പിന്നെ ഇതിലുള്ളത്? കുറെ കാലം ഞാനതിന്റെ ലേഖനങ്ങൾ പരിശോധിച്ചിരുന്നു. പിന്നീട് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഖാദിർ ഭായി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ മിക്കവാറും ലേഖനങ്ങളൊക്കെ അദ്ദേഹം പരിശോധിക്കുക, ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ എൻ്റെ തരുന്നാലും അവസാനങ്ങളും നോക്കിക്കാളുണ്ടോ എന്ന് ഞാൻ പറയല പതിവ്. എന്നിട്ട് എന്റെ നേതൃത്വത്തിലുള്ള, എന്റെ മേൽനോട്ടത്തിലുള്ള ഇസ്ലാഹ് മാസിക, അപ്പൊ അത് വന്നതിനും കുറ്റം എനിക്ക്. അപ്പൊ എന്റെ പേരിൽ കുറ്റം എത്ര? അപ്പൊ നമ്പർ തേക്കാണ് കണ്ടോ. എന്റെ പേരിൽ നമ്പർ ഉണ്ടാക്കിയിട്ടിട്ട് 4ാമത്തെ നമ്പറായിട്ട് കൊടുത്തിരിക്കുന്ന അതാണ്. വാസ്തവത്തിൽ ആ ലേഖനം ഞാൻ പരിശോധിച്ചതല്ല, അത് പരിശോധിക്കേണ്ട ആളും ഞാനല്ല. ആ ലേഖനം വന്ന് വിവാദമായ ശേഷമാണ് അത് ഞാൻ അറിയുന്നത് തന്നെ. ഇത് പല പ്രാവശ്യം ഞാൻ അബ്ദുറഹ്മാൻ സലഫിയോട് നേരിട്ട് പോയി ബോധ്യപ്പെടുത്തി കൊടുത്തതും അദ്ദേഹം സമ്മതിച്ചതുമാണ്. ഞാനതിട്ട് ബന്ധമല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ അതെന്നെ എഴുതിയിരിക്കുകയാണ്. അത് അനീതിയല്ലേ, അക്രമമല്ലേ, അത് കളവല്ലേ അത്? അപ്പൊ അതുകൊണ്ട് 4ാമത്തെ നടപടിക്രമം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. 5ാമത്തത്, ആ ലേഖനത്തിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹുസൈൻ സലഫിയും കരുവമ്പൊയിലും അബ്ദുറഹ്മാൻ സലഫിയും ഒക്കെ തിരുത്താൻ ആവശ്യപ്പെട്ടു എന്ന്. അത് എന്നോട് ആവശ്യപ്പെട്ടതല്ല, അവർ പോയതും ഞാൻ അറിയില്ല. എന്നിട്ട് എന്റെ നടപടിക്രമത്തിലാണ് അതും ഒരു നമ്പറായി എഴുതി ചേർത്തിട്ടുള്ളത്. എന്നിട്ടോ അബ്ദുൽ ജബ്ബാർ മൊഴി തിരുത്തിയോ? തിരുത്തിയില്ല. അദ്ദേഹം പറഞ്ഞു അതിനെന്താ ശിർക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തി തരും. ബോധ്യപ്പെടാതെ ഞാൻ തിരുത്തൂല. തിരുത്താൻ പോയ അനസ് മൗലവിക്ക് വേഗം ബോധ്യപ്പെട്ടു. മൂപ്പര് പറഞ്ഞു, ഇത് എനിക്കൊരു ഖഫ ഉണ്ടായിരുന്നു. ഇപ്പൊ മൗലവി സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി അതിൽ പ്രാർത്ഥനയില്ല, ശിർക്കില്ല. അങ്ങനെ അദ്ദേഹം അപ്പുറത്ത് മാറി നിന്ന്, അപ്പുറത്തെ എയറോപ്ലെയിൻ പോകണം ഇങ്ങനെ നോക്കാൻ സൗകര്യം, കൊണ്ടോട്ടി അടുത്ത മൗലവിന്റെ വീട്, ഓൻ അവിടെ ഇങ്ങനെ നോക്കിക്കുക. എന്നിട്ട് പിന്നെ അതിനെ ന്യായീകരിച്ച് വർഷങ്ങളോളം മനസ്സ് മൗലവി പ്രസംഗിച്ചു. അതിന്റെ ക്ലിപ്പൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അവർ തിരുത്താൻ പോയതും മൗലവി തിരുത്തൂല എന്ന് പറഞ്ഞതും, എന്നിട്ട് തിരുത്തല്ല ഒരു വിശദീകരണം ഇവർ എഴുതി കൊടുത്തതുമൊക്കെ എന്റെ പേരിലുള്ള കുറ്റപത്രത്തിൽ നമ്പർ ഇട്ട് കൊടുത്തിരിക്കാൻ. നമ്പർ തേക്കണ്ടേ, 23 ആകണ്ടേ. പിന്നെ 5ാമത്തേത്, എഴുതി കൊടുത്ത കുറിപ്പ് പ്രസിദ്ധീകരിക്കാതെ നീട്ടിക്കൊണ്ടുപോയി 5-8 മാസം കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ചു. എഴുതിയോല് കയ്യിൽ വെച്ചിരുന്നാൽ ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? മാനേജറോട് വിളിച്ചു ചോദിച്ചോളി, അമീർ ഒതുക്കുങ്ങലിനോട്. അന്നും ഇന്നും എഡിറ്ററായ കരുവമ്പൊയിലിനോട് വിളിച്ചു ചോദിച്ചു നോക്കി. ജനുവരിയിൽ പ്രസിദ്ധീകരിക്കാൻ കാരണം എന്താ? ഡിസംബറിലൊക്കെ ഇറങ്ങിയിട്ടാ കൈ കിട്ടിയത്. അതല്ലേ പറ്റുള്ളൂ. പിന്നെ ഈ 5-8 മാസം വിചിന്തനം ഇങ്ങനെ ഇറങ്ങണില്ല. ആഴ്ചക്ക് 16 പേജ് അല്ലേ? അതിലൊരു ചെറിയ പെട്ടിക്കോളം കൊടുത്താൽ പോരെ. 2007 ഏപ്രിൽ മാസത്തിൽ ജബ്ബാറുമൊലിയുടെ ലേഖനത്തിൽ വന്നിട്ടുള്ള ഇന്ന കാര്യം നമ്മളെ സംഘടനയായിട്ട് ബന്ധമുള്ളതല്ല, അത് ശിർക്കാണ് എന്നാണ് കൊടുത്താൽ പോരെ. ഇസ്ലാമിൽ പ്രസിദ്ധീകരിക്കാൻ കാത്തിക്കണം. അതിനേക്കാളേറെ മുജാഹിദുകൾക്കിടയിൽ വേഗം പ്രചരിക്കാൻ എളുപ്പല്ലേ? അപ്പൊ സുഹൃത്തുക്കൾ, ഇതൊന്നും ആത്മാർത്ഥത ഉണ്ടായിട്ട് എഴുതി വെക്കുന്നതല്ല. പിന്നെ വീണ്ടും പ്രഭാഷണങ്ങൾ തുടരുന്നതിനാൽ 2009 ചേർന്ന KNM സെക്രട്ടേറിയറ്റ് പ്രഭാഷണങ്ങൾ വിലക്കി. പക്ഷേ പിന്നീട് മാപ്പ് പറഞ്ഞുകൊണ്ട് പിൻവലിച്ചു. അതാണ് എനിക്കതിലെ കുറ്റപത്രത്തിൽ 6ാം നമ്പർ. 2009 എന്നെയും ബാലുശ്ശേരിയും പുറത്താക്കിയെന്ന് തേജസ് പത്രത്തിൽ വാർത്ത വന്നു. മാത്രല്ല സെക്രട്ടേറിയറ്റ് കൂടി പിറ്റേന്ന് ഇങ്ങനെ എല്ലാ ജില്ലാ സെക്രട്ടറിമാരെയും വിളിച്ചു പറഞ്ഞ 2 ആളെ ഒഴിവാക്കിയാണ്. അപ്പൊ ജില്ലാ സെക്രട്ടറിമാർ ചോദിച്ചു, ഇങ്ങനെ ഉണ്ടോ ഒരു ഒഴിവാക്കല്? എന്താ ഈ പറയുന്നത്? ഫോണ് പറയേ, നിങ്ങൾ സർക്കുലർ അയക്കി നമുക്ക് ചർച്ച ചെയ്യാം. ഇങ്ങനെ പെട്ടെന്ന് ഫോൺ ഇപ്പം നടപ്പിലാക്കാൻ പറ്റൂല. ഉസ്മാൻ മദനി മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി പറഞ്ഞു, പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉണ്ണിക്കുട്ടി ഓലി പറഞ്ഞു, എറണാകുളം ജില്ലാ സെക്രട്ടറി നൂർഷ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ തീരുമാനം എടുക്കാൻ എന്താ അവകാശം? ഞങ്ങളൊക്കെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആണല്ലോ. നിങ്ങൾ സെക്രട്ടേറിയറ്റ് തീരുമാനത്തെ അടുത്ത എക്സിക്യൂട്ടീവ് അംഗീകരിച്ചാലല്ലേ നടപ്പിലാക്കാൻ പാടുള്ളൂ. ഭരണഘടനയിൽ സെക്രട്ടേറിയറ്റ് എന്ന സാധനം തന്നെ അല്ല എന്നിട്ട് മലപ്പുറം. അപ്പൊ ബേജാറായി, നൂർഷ ഇടപെട്ടപ്പോ ബേജാറായി. എന്നിട്ട് പിന്നെന്തായി? പിന്നെ അത് പിൻവലിച്ച എന്താ? ഞങ്ങൾ പോയി കാല് പിടിച്ചിട്ടൊന്നുമില്ല, മാപ്പ് പറഞ്ഞിട്ടില്ല. കാരണം മാപ്പ് പറയാൻ തെറ്റിയതെങ്കിലേ മാപ്പ് പറയണ്ടേ. തെറ്റു ചെയ്ത നേതാക്കന്മാരുടെ അടുത്ത് പോയിട്ട് നമ്മളെ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ പറയുന്ന പോലെ തന്നെ മാപ്പ് പറയുന്നത് ഞങ്ങൾക്ക് ആർക്കും ഒരു മടിയില്ല. പക്ഷെ അന്നത് ഉണ്ടായിട്ടില്ല. അന്ന് ഞാൻ ഈ 5-6 ദിവസം കഴിഞ്ഞു അച്ചടക്ക നടപടി എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ വിളിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഞമ്മക്ക് അങ്ങനെ ഒരു വിവരമില്ല, നാട്ടിലൊക്കെ അങ്ങനെ പരന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ടീപ്പിനെ വിളിച്ചു. ടീപ്പിനെ കിട്ടിയില്ല. ഫോൺ എടുത്ത് അമലി മദനിയാണ്. എന്താ അങ്ങനെ കേൾക്കണ്ടല്ലോ, ഞങ്ങൾക്കെതിരൊക്കെ അച്ചടക്ക നടപടി എടുത്ത് പുറത്താക്കി. പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ, നിങ്ങൾ 2 ആളെയും കുറിച്ച് ചില ആക്ഷേപമുള്ളത് കൊണ്ട് അത് ഒന്ന് പരിഹരിക്കോളം. നിങ്ങൾ ഇപ്പൊ നടക്കാൻ പോണ മണ്ഡലം സമ്മേളനത്തിൽ പ്രസംഗിക്കണ്ടെന്നേ ഉള്ളൂ. എന്നാ നിങ്ങൾ തീരുമാനിച്ചെന്താണെന്നറിയില്ല, ജില്ലാ സെക്രട്ടറിമാർക്ക് ഇങ്ങനെ വിളിച്ചു പറയാം, മിമ്പറിന്ന് വരെ മാറ്റി നിർത്തണം, ഇസ്ലാഹി സെന്ററിൽ വരെ പ്രസംഗിക്കാൻ പാടില്ല എന്ന് അതിലുള്ളത് എന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ വിളിക്കാം. അപ്പൊ നിങ്ങൾ അറിയിക്കണം എന്നാണല്ലോ ആദ്യം പറഞ്ഞിരുന്നത്. അറിയിച്ചിട്ടില്ലല്ലേ? ഇല്ല.
ഉടനെ കാണാം CD ടവറിന്ന് അവിടുത്തെ AO അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ വിളിക്കണു, നിങ്ങൾക്കൊരു മെസ്സേജ് തന്നെ, എന്താണ്, നിങ്ങൾ സംഘടനയുടെയും പോഷകങ്ങളുടെയും പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല. എന്താ കാരണം വെച്ചോ? കാരണം ഒന്നും എനിക്കറിയില്ല, ജനറൽ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെടണം. അപ്പൊ ഒരു മനുഷ്യനോട് പറയാൻ പറ്റിയൊരു കാരണമില്ല. ഈ ആയിരക്കണക്കിന് മുജാഹിദുകൾ AP വിളിക്കുക, എന്തിനാ പുറത്താക്കിയെന്ന് വെച്ചിട്ട്. അതൊക്കെ ഇവരുടെ ദൗർബല്യമാണ് കാണിക്കുന്നത്. ശരി, നിങ്ങൾ ഒന്നും കൂടി പറഞ്ഞ് എന്റെ മൊബൈലിലൊന്ന് റെക്കോർഡ് ചെയ്യട്ടെയാണ്. അയാളെ കൊണ്ട് ഒന്നുകൂടി പറയിപ്പിച്ച് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു, വേറെ രേഖയല്ലല്ലോ. എന്നിട്ട് ഞാൻ AP വിളിച്ചു. AP നീ എവിടെയുള്ളതാണ്? ഞാൻ ഇവിടെ എന്ത് കാണണം. ആയിക്കോട്ടെ, കാണാന്ന് പറഞ്ഞു. അന്ന് ഹജ്ജ് ക്ലാസ് ഉണ്ട്. കഴിഞ്ഞ് 5 മണിക്ക് പോയി കണ്ടു. പാലത്ത് മദനിയുണ്ട് കൂടെ. ഞാൻ ചോദിച്ചു, എന്താ ശരി നടപടിക്ക് കാരണം? അത് നീ എവിടെ ചെന്നാലും ജിന്നും സീറും പറഞ്ഞെടുക്കാന്നാണ്. എവിടെയാ സർ ഞാൻ പ്രത്യേകമായിട്ട് ജിന്നും സീറും പറഞ്ഞത്? നിങ്ങൾക്ക് തെളിവുണ്ടോ? പദ്രമാസലവ് ജിദ്ദയിൽ പോയിട്ട് ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് ജിന്നും ചെയ്ത്താനും പ്രസംഗിച്ചിട്ട് ആ കാസറ്റ് മടവൂരികൾ ആഘോഷപൂർവ്വം കൊണ്ടെടുക്കണതാ. അയാൾ റിയാദ് പോയി പ്രസംഗിച്ചു. അങ്ങനെ എനിക്കും പറ്റുമല്ലോ, പല ഇസ്ലാഹി സെന്ററിലും പോയാൽ എനിക്കും അങ്ങനെ ആളുകൾ വിളിച്ചുകൂട്ടി പ്രസംഗിക്കാൻ പറ്റും. ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പ്രസംഗിച്ച വല്ല തെളിവോ കാസറ്റോ നിങ്ങളെ കയ്യിലുണ്ടോ? മിണ്ടാട്ടല്ല. പിന്നെ ഞാൻ പറഞ്ഞു, സർ ഇതൊരു പുതിയ വിഷയല്ലേ, ഇത് നമ്മളിപ്പോ അടുത്ത കാലത്ത് മടവൂരികൾ വലിച്ചിട്ടപ്പോ മറുപടി തരാൻ തുടങ്ങിയതല്ലേ. ഇതിൽ ഇന്നത് പറയണം ഇന്നത് പറയണ്ടെന്ന് സർ നിങ്ങൾ എനിക്ക് നിജപ്പെടുത്തി തന്നിട്ടുണ്ടോ? സക്കരിയ, ഇന്നതാണ് തെളിവുള്ളത്, ഇന്നത് തെളിവില്ലാത്തതാണ്. അങ്ങനെ നിങ്ങൾ നിജപ്പെടുത്തി തന്നിട്ട് ഞാൻ അതിനെതിരെ പ്രസംഗിച്ചാലല്ലേ സർ നടപടി എടുക്കുക? നിങ്ങളൊരൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഈ ജനങ്ങളുടെ മുമ്പിലുള്ളൊരു ദാഴിയാണ്. എതിരാളികൾ നമ്മളെ പറ്റി പറയുമ്പോൾ മറുപടി പറയാൻ അവനോ പഠിച്ചതനുസരിച്ച് ലോക സലഫി പണ്ഡിതന്മാരെ ഗ്രന്ഥങ്ങളനുസരിച്ച് ഞാൻ പറഞ്ഞു. അതിന് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തന്നാളി. നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞാലല്ലേ സർ നടപടി എടുക്കുക? അതിനും മറുപടിയില്ല. കണ്ടോ, നിങ്ങൾ തിരുത്തി തന്നിട്ടുണ്ടോ? എന്നാ തിരക്കട്ടില്ല. ഒരു പുതിയ വിഷയമാകുമ്പോ പഠിച്ചോലും പഠിക്കാത്തവരും പഠിച്ചവർ തമ്മിൽ തർക്കമൊക്കെ സാധാരണല്ലേ. അതിനുണ്ട് അകത്താക്കലും പുറത്താക്കലും. അതിനും മറുപടിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു, സർ ഏതായിരുന്നാലും ഒരു സാമാന്യ മര്യാദ ഉണ്ടല്ലോ. നിങ്ങൾ എനിക്കെതിരിൽ ഇപ്പൊ ശിക്ഷ നടപ്പിലാക്കി പത്രത്തിൽ കൊടുത്തു, നാട്ടിലാകെ പാട്ടാക്കി വഷളാക്കി. എന്നിട്ടാ അപ്പൊ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടാണ്, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ട് ഇപ്പൊ വരുന്നത്. ഒരു സാമാന്യ നീതിയല്ല സർ. ഒരാളെ കുറിച്ച് ഒരു ആക്ഷേപം കിട്ടി അവനോട് ചോദിക്കുക, നിനക്ക് അങ്ങനെ വാദമുണ്ടോ, നീ ഇങ്ങനെ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ എന്നെ വിചാരണ ചെയ്തിട്ട് കുറ്റപത്രം തയ്യാറാക്കിയിട്ട് ഏത് സാധാരണ കോടതിയിലുണ്ട് പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവസാന ഒരു ചോദ്യം അല്ലേ? അതൊന്നുമില്ലാതെ നിങ്ങൾ എനിക്കെതിരെ ശിക്ഷ വിധിച്ചത് ന്യായമാണോ സർ? നിങ്ങൾക്ക് ഇന്നോട് ചോദിച്ചൂടെ? ഖുർആൻ തന്നെ പറഞ്ഞു, ഒരു ഫാസിക്കായ മനുഷ്യനെ വാർത്തയും കൊണ്ട് വന്നാൽ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണമെന്ന് ഖുർആനില്ല സർ. അത് നിങ്ങൾ എന്റെ കാര്യത്തിൽ പാലിച്ചോ? അതിനും മറുപടിയില്ല. പിന്നെ അങ്ങനെ കുറെ നേരം സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നുണ്ട്, ബാക്കി സംസാരങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അവസാനം മുപ്പരി പറയാണ്, ഏതായാലും സക്കരിയ ഇനി ഇതേറ്റ് നടക്കൂലെന്ന് ഇജൊന്ന് പറയേ, എന്നാ പോയി വാക്കാന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ നടന്നു എന്ന് സമ്മതിക്കലല്ലേ. അപ്പോ ഉമ്മാനെപ്പോഴും തല്ലലുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് എന്നും പറയാൻ വയ്യ, ഇല്ലാന്നും പറയാൻ വയ്യ. ഉണ്ട് എന്ന് പറഞ്ഞാ മുമ്പ് തച്ചിന്ന് ഉറപ്പായി, ഇല്ലാന്ന് പറഞ്ഞാൽ ഇതുവരെ തച്ചിന്ന് ഇപ്പൊ നിർത്തിയെന്നായി. ഇന്നമായിരുത്ത ചോദ്യ. ഞാൻ പറഞ്ഞ നിങ്ങളോട് ഇപ്പൊ അത് ഇല്ലാന്ന് നടക്കൂലെന്ന് പറഞ്ഞാൽ ഇതുവരെ നടന്നു സമ്മതിക്കലല്ലേ. ഇതുവരെ നടത്തി നിങ്ങളെയൊക്കെ വല്ല തെളിവുണ്ടോ? എന്നാ കാസറ്റ് തരും. അങ്ങനെ നീ പറഞ്ഞപ്പോ നമുക്ക് ഈ നടപടി ഒന്ന് പിൻവലിക്കുന്നതിനെ പറ്റി ആലോചിക്കാം എന്ന് പറഞ്ഞു. ഞാൻ എന്റെ നിലപാട് വ്യക്തമായി പറഞ്ഞോട്ടെ. എനിക്ക് മാത്രമായിട്ടൊരു നിലപാടൊന്നുമില്ല. ലോകത്തുടനീളമുള്ള സലഫി സംഘടനകളും സലഫി പണ്ഡിതന്മാരുടെ നിലപാട് എന്താണോ അതാണ് എന്റെയും നിലപാട് എന്ന് ഞാൻ അദ്ദേഹത്തോട് ദീർഘമായി സംസാരിക്കുകയും പിന്നീട് TPയെ പോയി കണ്ടു. അങ്ങനെ അത് പിൻവലിക്കുകയും ചെയ്തു. അതായത് ചുരുക്കി പറയാൻ ഞാൻ. എന്നിട്ട് തേജസ്സിൽ വാർത്ത ഒന്നും 2 പ്രഭാഷകന്മാരെ 2 ദിവസത്തേക്ക് മാറ്റി നിർത്തുകയും പിന്നീട് പുറത്താക്കാനും KNM ഭരണസമിതി തീരുമാനിച്ചു. പിറ്റേ ദിവസം വാർത്ത അടിസ്ഥാനരഹിതം. KNM 2 പ്രഭാഷകരെ മാറ്റി നിർത്താൻ തീരുമാനിച്ചു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. അപ്പൊ അതിന്റെ അടിയിൽ ലേഖകന്റെ വിശദീകരണം. ലേഖകൻ പറയാണ്, ഞങ്ങൾ ആ വാർത്ത വെറുതെ കൊടുത്തതല്ല, ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ആ വാർത്ത കൊടുത്തത്. അപ്പൊ ആരാ കുറ്റക്കാരൻ? കണ്ടോ, KNMന്റെ 2 പ്രഭാഷകരെ 2 മാസം പൊതുപരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താനും പിന്നീട് നീക്കം ചെയ്യാനും തീരുമാനിച്ചു എന്ന വാർത്ത വിശ്വസനീയ കേന്ദ്രത്തിന് ലഭിച്ചതാണ്. വാർത്ത അടിസ്ഥാനരഹിതം KNM നൽകിയത് തൊട്ട് താഴെ. ഇതിലാരാ കള്ളൻ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഒരു മതസംഘടനയിൽ നടക്കാൻ പാടുള്ള സംഗതിയാണോ? പച്ചക്കൾ പറയാം അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. ഈ രൂപത്തിലാണ് സുഹൃത്തുക്കളെ അന്നത്തെ നടപടി ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ 2010 ഓഗസ്റ്റിൽ ഈ ലേഖനം വിഷയമാക്കിയപ്പോ അതിനെതിരിൽ ഒരു ലേഖനം കരുവമ്പൊയിൽ പ്രസിദ്ധീകരിച്ചു വിചിന്തനത്തിൽ. അതെന്തിനാ എന്റെ കുറ്റപത്രത്തില്? അതൊരു നമ്പറാണ്.
ഏഴാമത്തെ നമ്പറായിട്ടത് ചേർത്തിരിക്കുകയാണ്. അപ്പൊ 23 തേക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സുഹൃത്തുക്കളെ ഈ 23 മുഴുവനും കളവുകളും കുതന്ത്രങ്ങളും നിറഞ്ഞതാണ് ഈ കുറ്റപത്രം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വായിക്കാവുന്ന തരത്തിൽ ആ കുറ്റപത്രത്തിലെ കുതന്ത്രങ്ങൾ എന്ന പേരിൽ ഞാനൊരു പുസ്തകം തന്നെ ഇറക്കാൻ തീരുമാനിച്ചത്. ഇപ്പൊ ഈ വിശദീകരണത്തിന്റെ തിരക്കുകൊണ്ടാണ്, ഇപ്പൊ സമയമല്ല. അങ്ങനത്തെ അവസ്ഥയപ്പുള്ളത്. 26-ാം തീയതി പുളിക്കലാണ്, 28-ാം തീയതി വയനാടാണ്, 30-ാം തീയതി കാസർഗോഡാണ്, 2-ാം തീയതി എടവണ്ണയാണ്, 4-ാം തീയതി താമരശ്ശേരിയാണ്, അങ്ങനെ നമ്മൾ 6-ാം തീയതി പാലക്കാടാണ്, 7-ാം തീയതി ആലപ്പുഴയാണ്. ഇങ്ങനെ തുരച്ച പരിപാടി ആയതുകൊണ്ട് എഴുതാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് നമ്മളൊരു റൗണ്ട് ഒന്ന് വിശദീകരിക്കുമ്പോഴത്തേന് ഒരുമാതിരി കട്ടയൊക്കെ ഉടയും. ഇൻഷാ അല്ലാഹ് ഇവരെ വിലക്കുകളെയൊക്കെ ലംഘിച്ച് ആയിരക്കണക്കിന് ആളുകൾ വിഷയങ്ങൾ കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. കാരണം മുജാഹിദ് പ്രവർത്തകർക്ക് മനസ്സിലായി ഇത് കോക്കസ് കളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, പുറത്താക്കിയത് അങ്ങ് അംഗീകരിച്ചാൽ പോരെ എന്നപ്പോ ചില ആൾ ചോദിക്കണേ. എനിക്ക് യാതൊരു മടിയില്ല. കഴിഞ്ഞ 30 വർഷമായി ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ഇടതടവില്ലാതെ പ്രവർത്തിച്ചൊരു പ്രവർത്തകനാണ് ഞാൻ. മുജാഹിദ് അല്ലാത്ത ഒരു ദിവസം പോലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഉമ്മയും ബാപ്പയും മുജാഹിദായ മുജാഹിദ് മഹല്ലിൽ ജനിച്ച ഒരു ഖുറാഫാത്തും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉണ്ടാകാത്ത ഒരു ജമാഅത്തുകാരനായിട്ടോ ഒരു ഈ പ്രസ്ഥാനത്തിലല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാത്ത ആളാണ് ഞാൻ. MSMൽ മെമ്പർഷിപ്പ് എടുത്ത അന്നു മുതൽ സംസ്ഥാന എക്സിക്യൂട്ടീവിലുള്ള ആളാണ്. MSM പിരിയുന്നവരും MSMന്റെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, മേഖലാ സെക്രട്ടറി, മേഖലാ പ്രസിഡന്റ് ഒക്കെ ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. ISMൽ മെമ്പർഷിപ്പ് എടുത്ത അന്നു മുതൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പിരിയുന്നത് വരെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് പിരിഞ്ഞത്. അങ്ങനത്തെ സംഘടനയിൽ നിന്ന് വിട്ടുനിന്നൊരു കാലം 2003 മുതൽ കേരള ജമിയത്തുൽ എക്സിക്യൂട്ടീവിലുള്ളതാ. ഞാൻ ഗ്രൂപ്പ് കളിച്ചിട്ട് കയറിയതൊന്നുമല്ല, എന്നെ ഉൾപ്പെടുത്തണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടതാ. കാരണം 2002 പിളർപ്പിനോടനുബന്ധിച്ചുണ്ടായ ആദർശ വ്യതിയാന വിഷയങ്ങൾ ജമിയത്തുൽ ഉലമയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളെന്ന നിലക്ക് എന്നെയും കൂടി അതിൽ ഉൾപ്പെടുത്തിയതാ. ഞാൻ പറഞ്ഞിട്ട് ഉൾപ്പെടുത്തിയല്ല, അതുമുതൽ ഇന്ന് വരെ ഉണ്ട്. അങ്ങനെയുള്ള എന്നെ പുറത്താക്കുമ്പോ സാമാന്യ മര്യാദയും അതിനു വേണ്ട പാലിക്കേണ്ട നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് നടത്തിയിട്ടുള്ളത് എന്ന് എനിക്ക് വളരെ ഖേദത്തോടെ നിങ്ങളോട് പറയാണ്ട്. എന്നിട്ട് എക്സിക്യൂട്ടീവ് പുറത്താക്കിയിട്ട് എന്നെ അറിയിക്കാതെ ഒരാഴ്ച കൊണ്ട് കൗൺസിൽ വിളിച്ചിട്ട് അതിനും കൂടി പാസ്സാക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അറിയിച്ചത്. അതിലെ കുതന്ത്രം എന്താണെന്നറിയോ? ഭരണഘടന അനുസരിച്ച് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരിൽ എനിക്ക് കൗൺസിലിൽ അപ്പീൽ പോകാം. ആ അപ്പീൽ പോകാതിരിക്കാൻ വേണ്ടി തൊട്ടടുത്ത ആഴ്ച തന്നെ കൗൺസിൽ വിളിച്ചിട്ട് അവിടെ ഈ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ച് തക്ബീർ ചൊല്ലി അങ്ങോട്ട് പാസ്സാക്കി. അവിടെ ചർച്ചയല്ല, പേരെന്താ? ആലോചനാ സഭ. TP ഭരണത്തിനെ പറ്റി ഒരു ചർച്ചയില്ല. എന്നാ പിന്നെ എന്തിനാ കോഴിക്കോട്ട് ആളുകളെ വിളിച്ചത്? അതോ ശൂറ ഉണ്ട് എന്ന് വരുത്താൻ? മുമ്പൊക്കെ കൗൺസിൽ നടക്കണതിന്റെ അടിയിലാണ് ഒപ്പിടിക്കല്. ഇപ്പൊ കയറി ചെല്ലുമ്പോഴത്തേനും ഒപ്പുവാകും. അപ്പൊ പിന്നെ അവിടെ നടക്കണ എല്ലാ തീരുമാനവും ഇവന്റെ തലയിലായി. ഇവൻ ഒപ്പിട്ടു, കൗൺസിലിന് ഒന്നായി. എന്നാ പിന്നെ ആളുകളെ കോഴിക്കോട്ടേക്ക് വിളിക്കണോ? അയക്കാൻ തയ്യാറാക്കിയ കൗൺസിൽ സർക്കുലർ വായിച്ചു കേൾപ്പിക്കുക ചെയ്തത്, ഒരു ചർച്ചയും അനുവദിക്കാതെ. ഈ രൂപത്തിലാണ് സുഹൃത്തുക്കളെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയോ? ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് വിരുദ്ധമായ തനിച്ച ഹദീസ് നിഷേധം. ഹദീസ് നിഷേധം എന്ന് പറഞ്ഞാൽ ചേകനൂരിന്റെ വാദമല്ല. ചേകനൂർ ഹദീസ് ഒരു കഷ്ണവും പാടില്ല എന്ന് പറഞ്ഞ ആളാ. എന്നാൽ ഹദീസ് ഉണ്ട്, പക്ഷെ നമ്മളെ ബുദ്ധിക്ക് യോജിച്ചതേ എടുക്കുള്ളൂ എന്ന് പറയുന്ന അഖ്ലാനി ചിന്താഗതി അതൊരിക്കലും സലഫികൾക്ക് പരിചയമല്ലാത്തതാ. അഖലും നഖലും തമ്മിൽ കൂട്ടിമുട്ടിയാൽ, ബുദ്ധിയും പ്രമാണവും തമ്മിൽ കൂട്ടിമുട്ടിയാൽ ബുദ്ധിയെ മാറ്റിവെച്ച് പ്രമാണം എടുക്കണം എന്നാണ് സലഫികൾ പറയുന്നത്. ഇതാ വറദ നഖൽ ബതലൽ അഖൽ, അതാണ് നഖൽ വന്നാ പിന്നെ അഖലിന്റെ സ്ഥാനമല്ല. എന്നാൽ സ്ഥിരപ്പെട്ട സുന്നത്തുകളെ പോലും പരിഹസിക്കുകയും ഹദീസുകളെ പുറംകാല് കൊണ്ട് തട്ടുകയും ചെയ്യുന്ന മടവൂരി ലൈന് അത് തികച്ചും സ്വീകരിക്കുന്ന ആളുകളായിട്ടാണ് ഇപ്പൊ നമ്മുടെ KNMന്റെ കൂടെയുള്ള പലരെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോ KV അബ്ദുൽ ലത്തീഫ് പോലെ ഇവിടെ SLRC അതിൽ പഠിക്കുന്ന കുറെ ആളുകളുണ്ട്. ഞാൻ അവരെ അവിടെയുള്ള ബഹുമാനം നിലത്തിക്കൊണ്ട് തന്നെ പറയാം. പല ഹദീസുകളും മൂപ്പർക്ക് ഇഷ്ടമല്ല. റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചത് മൂപ്പർ അംഗീകരിക്കൂല. ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കും, ജിന്ന് ബാധിക്കും, കേജയോ തീരുമാനിച്ചാലും അതൊന്നും അവർക്ക് ബാധകമല്ല. അതിനെതിരിലൊക്കെ ക്ലാസ്സുകളിലൊക്കെ വിശദീകരിക്കുകയാണ്. എന്ന് മാത്രല്ല, ഇപ്പൊ ഇവിടെയൊക്കെ പെണ്ണുങ്ങൾ ബാക്കിലാണ്. നമ്മള് ഒരു സമ്മേളനത്തിലൊക്കെ സ്ത്രീകൾ ബാക്കിലായിരിക്കും. SLRC ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളിൽ ഇരിക്കണ മാതിരിയാണ്. ഇവിടെ അങ്ങനെ ചുരിദാറൊക്കെ ഇട്ട പെണ്ണുങ്ങൾ ഇതിന്റെ അപ്പുറത്ത് ഖുർആൻ പഠിക്കാനാ വെപ്പ്. നമ്മൾ പലപ്പോഴും മൗലവിനോട് പറഞ്ഞു, മൗലവി അതൊന്ന് മാറ്റണം, ബാക്കിലിരുത്തിക്കൂടെ പെണ്ണുങ്ങളെ? അതുപോലെ മത്സരം, പെണ്ണുങ്ങൾ വന്നിട്ട് ഇങ്ങനെ സ്റ്റേജിൽ വന്ന് ഓതുക, എന്നിട്ട് ആണുങ്ങൾ ഇങ്ങനെ മാർക്കിട് അവിടെ കാണുമ്പോൾ ഇങ്ങനെ കൂടിയിരിക്കുക, അതൊന്നൊരു ദീനീ സംഘടനയ്ക്ക് ചേർന്നല്ലെന്ന് പലവട്ടം നമ്മൾ പറഞ്ഞതാ. അവരുടെ സോവനീർ ഫുള്ള് പെണ്ണുങ്ങളെ ഫോട്ടോ, ആണുങ്ങളെ ഫോട്ടോ, നന്നായിട്ട് ഫോട്ടോ, SLRC സോവനീർ. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ SLRC സ്വതന്ത്ര സംഘടന. അവർ പണം പിരിക്കുന്നു, ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, ഒന്നും KNM അറിയില്ല.
അവർ സിലബസ് ഉണ്ടാക്കുന്നു, ഒക്കെ സ്വതന്ത്ര. പക്ഷെ KNMന്റെ സംഘടനാ സംവിധാനങ്ങളെ എല്ലായിടത്തും ഉപയോഗപ്പെടുത്തുന്നുണ്ട് SLRC. ഇതൊന്നും ആർക്കും പരാതിയില്ല. പരാതിപ്പെട്ടത് സ്വീകരിക്കൂല. ഇപ്പൊ കാഞ്ഞങ്ങാട് ഭാഗത്ത് SLRC നടത്തുന്നത് പക്ക ചേകനൂരി വരയിലുണ്ട്, ജമാഅത്തുകാരുണ്ട്, മുജാഹിദ് പള്ളി ചവിട്ട് നിർത്തോനുണ്ട്. അത് പരാതി കൊടുത്താൽ അതവിടെ മൂലക്കെടും. ഇതിനാണ് സ്വജനപക്ഷപാതിത്വം എന്ന് പറയാ. ഇതൊരു മതസംഘടനക്ക് ചേർന്നതാ തന്നെ. നമ്മുടെ പള്ളി മദ്രസ ഉപയോഗിച്ച് നടത്തുന്ന ഒരു സംവിധാനം നമ്മുടെ ആദർശത്തിനെതിരെ നീങ്ങുമ്പോ അതിനെതിരെ പരാതി കിട്ടിയാൽ അത് പരിശോധിക്കേണ്ട ബാധ്യതയെങ്കിലും ഒരിക്കില്ലേ? അതുപോലും ചെയ്യുന്നില്ല. അതെന്താ? ഞമ്മന്റെ ആളാണ്. നിങ്ങൾ നോക്കി, ഈ പക്കാ ഹദീസ് നിഷേധം KJUവിന്റെ ബുക്കിൽ പറഞ്ഞതുപോലെ അംഗീകരിക്കാത്ത KV അപ്പൊ KJU വിശദീകരണ യോഗത്തിൽ കഴിഞ്ഞാഴ്ച പ്രസംഗിച്ചത്. മൂപ്പര് പറയാ, ബദറിന് പോയപ്പോ അള്ളാന്റെ റസൂല് മരുഭൂമിയല്ലേ, വിജനല്ലേ, എന്നിട്ട് ജിന്നുകളെ വിളിച്ചോ. വിജനം എന്നുള്ളതിന്റെ അർത്ഥം കൂടി ആൾക്കല്ല, ജനമില്ലാത്ത റസൂലും 313 സാഹിബികളുണ്ട്, അപ്പുറത്ത് 1000-ഓളം ഖുറൈശികളുണ്ട്. എന്നിട്ട് വിജനല്ലേ, മരുഭൂമിയല്ലേ. അപ്പൊ നമ്മള് മരുഭൂമിയിൽ വെച്ച് വിളിക്കാന്ന് പറഞ്ഞാണ് സ്ഥാപിക്കുക. എന്നിട്ട് അങ്ങോട്ട് മറുപടി അറിയാം. ഇപ്പോ എടവണ്ണയിൽ ഒരു മുശിരിക്കാക്കൽ സമ്മേളനം നടന്നല്ലോ. രാവിലെ 10 മണിക്കൊണ്ട് രാത്രി 12 മണി വരെ. എന്താ അത്ര പറയാന്? കടവത്തൂരിന്നൊക്കെ ചില വണ്ടിയൊക്കെ എടുത്ത് പോയിരുന്നു. എന്താ വിശദീകരണം എന്നറിയോ? ഞാൻ പറഞ്ഞു, ഇല്ലാത്തത് ഉണ്ടാക്കില്ല, അപ്പൊ കുറെ നേരം വേണ്ടി വരും, പറഞ്ഞുണ്ടാക്കണല്ലോ. പണ്ടാരോ പറഞ്ഞത്രേ, തറാവീഹ് 11 റക്അത്താണെന്ന് ഹദീസ് കൊടുത്തപ്പോ 150 പേജുള്ള ബുക്കുണ്ട്, 20 സ്ഥാപിക്കണേ. അപ്പൊ നമ്മള് പറഞ്ഞു, ഇതിന് 150 പേജ് ഒരൊറ്റ ഹദീസ് പോരെ. അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ ഇല്ലാത്തത് ഉണ്ടാക്കുകയാണ് ഈ 150 പേജ് കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇല്ലാത്തത് ഉണ്ടാക്കുക. ആദ്യം നമ്മളെ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാക്കിയാണ് ചിത്രീകരിക്കുക. എന്നിട്ട് ആയത്തങ്ങനെ ഓതുക, നമുക്ക് ഒരിക്കലില്ല. എന്താണ്? എന്നിട്ട് പറയാണ്, ജമിയത്തുൽ ഉലമ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, ഞങ്ങൾ ഇതുവരെ ചെയ്ത തെറ്റായിരുന്നുവെന്ന്, ഞങ്ങൾ ഇതാ തൗബ ചെയ്യുന്നു. അനസ് പറയാ, ജമിയത്ത് ഞങ്ങൾക്ക് ആയത്ത് ഓതി തന്നു. ഏതായത്ത്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അതിപ്പോ പഠിക്കണുള്ളൂ. ആ ആയത്ത് 2012 ഇറങ്ങിയതാ. അതൊക്കെ ഇപ്പൊ ഞമ്മക്കിതിലെ തെളിവ്. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, എന്നിട്ട് അല്ലാത്തവർ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന ആയത്തൊക്കെ ഞമ്മക്കിതില്. ഈ ജാതി തരം താഴ്ന്ന തട്ടിപ്പുകളാണ് ദീനിന്റെ പേരിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഹദീസ് നിഷേധം ഞാൻ വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ നിഅമത്തുള്ള ഫാറൂഖിയുടെ കാസറ്റ് നമ്മുടെ എതിരാളികൾ പോലും നമുക്കെതിരിൽ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. താടി വെച്ച ആളുകളെ പരിഹസിക്കുന്ന കേന്നന്മാരുണ്ട്. ഇപ്പോ ഒരാൾ താടി വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ലാതെ അയാളും പടച്ചോനേറ്റായി. പക്ഷെ താടി വെച്ചോനെ പരിഹസിച്ചാലോ അത് ഇസ്ലാമിന്റെ ഒരു ചിഹ്നത്തെ പരിഹസിക്കല, ശഈറത്തുൽ ഇസ്ലാമിനെ പരിഹസിക്കല. ചെറുപ്പക്കാരായ ആളുകളൊക്കെ പാന്റ് കയറ്റി കൊടുത്ത് താടി വളർത്തി മീശ വെട്ടി റസൂലുള്ള പറഞ്ഞതുപോലെ ഒരു ലജ്ജയും കൂസലുമില്ല നടക്കാൻ തയ്യാറാ. കുറച്ച് പ്രായമുള്ളവർക്ക് അപ്പൊ അതൊക്കെ മടി. താടി നീട്ടാൻ മടി, താടി മൈലാഞ്ചി കൊടുക്കാൻ മതി, ഒക്കെ മടി പ്രായമുള്ളവർക്ക്. ചെറുപ്പക്കാർക്ക് ഒരു മടിയില്ല ഈ കാലത്ത്. അൽഹംദുലില്ലാ, എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും ഒക്കെ പഠിക്കുന്ന നല്ല നല്ല കുട്ടികളൊക്കെ നല്ല ദീനീ ചിട്ടയിൽ നടക്കാൻ തയ്യാറാണ്. അതിനെ പരിഹസിക്കാണ്. നിഅമത്തുള്ള ഫാറൂഖി താടിയെ പരിഹസിക്കുന്ന ഒരു ഭാഗങ്ങളൊന്ന് കേട്ടോളി. ആൾക്കാര് താടിയാകുന്ന സുന്നത്തിനെ ഫർളാക്കി, താടി വെക്കൽ നിർബന്ധമാണ് എന്ന് മാത്രമല്ല, അതിൽ ബ്ലേഡോ കത്തിയോ തൊടാൻ പാടില്ല ഒരു സുന്നത്തുമലേ. പിന്നെ പറയാണ് താടി വെക്കാത്ത മുസ്ലിം അല്ല. തീവ്രതയിലേക്ക് പോവുക. പിന്നെ താടി വെക്കാത്തവരെ കണ്ടാൽ അങ്ങനെ നോക്കുക. ഒരു ഫറളായ സംഗതി ഒഴിവാക്കിയ ഒരു മനുഷ്യനോട് പെരുമാറുന്നത് പോലെ പെരുമാറുക. ഇത് രണ്ടും ശൈത്താനിൽ നിന്നുണ്ടാകുന്നതാണ്. ഒന്നാമത്തവൻ അതിനെ വളരെ ലാഘവത്തോടു കൂടിയിട്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മുഖത്തിന് അഴകാണെങ്കിൽ വെച്ചാൽ ഇല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നല്ല അള്ളാന്റെ റസൂല് പറഞ്ഞത്. താടി സുന്നത്താണ്, സുന്നത്ത് പോലെ നിന്നാ മതി. അവിടെ നിന്നില്ല, തക്കവ അങ്ങോട്ട് മൂത്തിട്ട് എന്തായി അതിനെ ഫറളാക്കി താടി വെക്കാൻ. എന്നാ ഫറളാക്കിയ താടി ഏതെങ്കിലും താടി പോരാ, അതങ്ങോട്ട് പോയിക്കോട്ടേന്ന്. അയിമ തൊടാൻ പാടില്ല കത്തിയോണ്ട്. അപ്പൊ എന്തായി? ഒരു വളരെ പ്രബലമായ ഒരു ഫറളായി മാറിയത്. പിന്നെങ്ങനെ നോക്കിയിട്ട് താടി വെക്കാത്തവൻ മുസ്ലിം അല്ല എന്നതിലേക്ക് എത്തി. ഇതാണ് ഒലുവ്. ഒലുവുൻ ഫിൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. തജാവുസുൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. ഒരു അതിർത്തി, മതം എന്ന് പറഞ്ഞാൽ മിതമാണ്, മതം വളരെ എളുപ്പവുമാണ്. പക്ഷെ ഈ തീവ്രത കാണുമ്പം കുട്ടികൾ ഇതിലേക്ക് വരാൻ മടിക്കുക.
അതിപ്പോ ഞാൻ MSMലേക്ക് വന്നാല് ISM വന്നാല് പിന്നെ ഈ കോച്ചിലൊക്കെ ഞാനും നടക്കണ്ടേ? എടങ്ങേറാണ്, എടങ്ങേറായി തോന്നും. മതം എളുപ്പമെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. അദ്ദീനു യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്. കൊണ്ടു നടക്കാനും ചെയ്യാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ ഇത്ര എളുപ്പമുള്ള ഒരു സംഗതി വേറല്ല. അതുകൊണ്ട് പറഞ്ഞ് ബേജാറാക്കിയിട്ട് ഇതിക്ക് വന്നാൽ അങ്ങനെ ഒന്നും എന്നോട് കഴിയൂല, അതുകൊണ്ട് കുറച്ചുകൂടി കാലം കഴിയട്ടെ എന്ന അവസ്ഥയിലേക്ക് മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുക. നോക്കണം നിങ്ങള് എന്തൊക്കെയാ പേള് പറഞ്ഞത്. ഒരു സാധാരണ മുജാഹിദ് പ്രവർത്തകന് പോലും അറിയുന്ന കാര്യം കൂടി അദ്ദേഹത്തിന് അറിയില്ല എന്നിടത്തല്ലേ ഇപ്പോ സുന്നത്തായ താടിയെ ഫറലാക്കി ചിലർ. നബി പറഞ്ഞത് സുന്നത്താണ് എന്നാണ്. നബി അങ്ങനെ പറഞ്ഞോ? ഏത് ഹദീസിലാണ് ഇത് സുന്നത്താകുന്നു എന്നുള്ളത്? ഈ സുന്നത്ത് ഫർള് എന്നൊക്കെ പറഞ്ഞത് റസൂലുള്ളാന്റെ വാക്കും റസൂൽ അതിനോട് സ്വീകരിച്ച നിലപാടൊക്കെ നോക്കിയിട്ട് പിൽക്കാല പണ്ഡിതന്മാര് തീരുമാനിക്കണതാ. നബിയുടെ വാക്കുകളുടെ ഗൗരവം, നബി അതിനോട് സ്വീകരിച്ചത് അത് നോക്കിയിട്ട് വുജൂബാണെന്നാ പറഞ്ഞിട്ടുള്ളത്. വുജൂബു ഇഫാഇൽ ലിഹ്യ, താടി വളർത്തൽ വുജൂബാണ് എന്ന് പറയുന്ന പുസ്തകം സൗദി അറേബ്യയിലെ ദാറുൽ ഇഫ്ത പണ്ഡിത സമിതി പുറത്തിറക്കിയിട്ടുണ്ട്, ഷെയ്ഖ് ഇബ്നുബാസിന്റെ അവതാരികയോടുകൂടി. അതുപോലെ തന്നെ തഹരീമു ഹൽഖിൽ ലിഹ, താടി വടിക്കൽ ഹറാമാണ്. എന്താണ് ആ നിലപാടിന് ആധാരം? അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ സഹാബത്തോ ഒരിക്കലും താടി വടിച്ചിട്ടില്ല. താടി വളർത്താത്തൊരൊറ്റ സഹാബി ഉണ്ടായിരുന്നില്ല. അപ്പൊ റസൂൽ അതിനോട് സ്വീകരിച്ച നിലപാട് അത് നിർബന്ധമായ രീതിയിലാണ് റസൂൽ ചെയ്തത്. താടി വളർത്താത്തൊരൊറ്റ സഹാബി ഉണ്ടായിട്ടില്ല, താടി വടിച്ചൊരൊറ്റ സഹാബി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് താടി വളർത്തൽ നിർബന്ധവും താടി വടിക്കൽ ഹറാമുമാണ് എന്നാണ് സലഫി ലോകത്തിന്റെ തീരുമാനം. ഭൂരിഭാഗം മദ്ഹബിലും പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ. KP മുഹമ്മദ് മൗലവി, ഉമർ മൗലവി ഒക്കെ താടിമ തൊടാൻ തന്നെ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. രണ്ടഭിപ്രായം ഉള്ളത്. വളർന്ന അങ്ങനെ തന്നെ അഫുൽ ലിഹ എന്ന് പറഞ്ഞ തീരെ ഒന്നും ചെയ്യരുത്, അങ്ങനെ തന്നെ വിട്ടേക്കണം, മീശ വിട്ട് മാത്രം. എന്നാൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ളവർ പറഞ്ഞു, സഹാബികളിൽ ചിലർ താടിയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തവർ തന്നെ ഒരു പിടി ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കി മുറിച്ചു കളഞ്ഞിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞവരുണ്ട്, വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞവരുണ്ട്. ഇതിൽ താഴെ താടി വളർത്തുന്നത് സുന്നത്തായ താടിയല്ല. താടി ഞാൻ എന്നാലും വെച്ചിട്ടുണ്ടല്ലോ, അരഞ്ചെങ്കിൽ അരഞ്ച് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ താടി വടിക്കരുത്, അല്ല താടി വളർത്തുക എന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്തില്ല എന്ന് മാത്രം. പക്ഷെ വളർത്തിയ പുണ്യാൾക്ക് കിട്ടും എന്ന് പറയാൻ കഴിയില്ല. ഈ രീതിയിലാണ് നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ചെറുപ്പക്കാർക്കൊന്നും അതിനൊരു മടിയില്ല. പക്ഷെ വാപ്പാക്ക് താടി ഉണ്ടാവില്ല. മോൻ ഇങ്ങനെ താടി വെച്ച് ഇങ്ങനെ വരുമ്പോ മോനോട് പറയാൻ പേടി. എന്നിട്ട് ഭാര്യനോട് എന്റെ മോന്റെ താടി ഉണ്ടല്ലോ അത് അങ്ങനെ ചില ആളുകള് അങ്ങനെ ഇയാളെ ആളുകൾ ചോദിക്കും, എന്തെന്നാ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ താടിയും പഠിച്ച ആ കുട്ടി കണ്ടില്ല നിങ്ങളെ മോനല്ലേ അത് അല്ലേ? അപ്പൊ അങ്ങനത്തെ ചില ആളുകൾ. അപ്പൊ അവരെ ഹദീസ് നിഷേധികളെ പ്രീതിപ്പെടുത്താനാണ് ഇയാളിപ്പോ ഇങ്ങനെ ബയലേറിയുന്നത്. കണ്ടോ, താടി സുന്നത്താണെന്നാ പറഞ്ഞത്. ഉമർ മൗലവി, അതുപോലെ തന്നെ കാത്തിബ് അബ്ദുസ്സമദ് മൗലവി, KP മുഹമ്മദ് മൗലവി, അവരൊക്കെ താടിയുടെ കാര്യം വളരെ കർശനമായി പറഞ്ഞാളാ. 1959 ഹജ്ജിന് പോയപ്പോ KM മൗലവി സൗദി അറേബ്യയിലെ ഭരണാധികാരിക്ക് ഒരു നിവേദനം കൊടുത്തു. നിങ്ങളുടെ നാട്ടിലാണ് യഥാർത്ഥ സെലഫികൾ ഉള്ളതെന്നും ഇവിടെയാണ് യഥാർത്ഥ ഇസ്ലാമിക ഭരണമുള്ളതെന്നും അഭിമാനിക്കുന്നവരാ ഞങ്ങൾ. ഇവിടെ വന്നു നോക്കുമ്പോൾ താടി പഠിച്ചു കൊടുക്കുന്ന ചില സലൂണുകൾ തുറന്നിട്ടെന്ന് കേൾക്കാൻ സാധിച്ചു. ഇവിടെ നാട്ടിലുള്ള പണ്ഡിതന്മാരെല്ലാം അത് ഹറാമാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ. നിങ്ങളുടെ റേഡിയോ തുറന്നപ്പോൾ മ്യൂസിക് കേൾക്കുന്നു, ഇത് ഹറാമാണെന്നാണല്ലോ ഇവിടുത്തെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നിങ്ങനെ KM മൗലവി കൊടുത്ത നിവേദനം KM മൗലവി എന്ന KK മുഹമ്മദ് അബ്ദുൽ കരീമിന്റെ പുസ്തകത്തിൽ കാണാം. അതാണ് പൂർവ്വകാല മുജാഹിദ് പണ്ഡിതന്മാരുടെ നിലപാട്. ഇടക്കാലത്ത് കയറിക്കൂടിയ സലാസുല്ലമിനെ പോലത്തെ ചില ആളുകളാണ് ഈ വിഷയത്തിൽ ആളുകൾക്കിടയിൽ അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഇജ്തിഹാദിയായ ഒരു വിഷയം എന്ന നിലക്ക് ഒരു പിടിയിലധികം നീട്ടേണ്ടതുണ്ടോ അല്ല ഒരു പിടി, അത് ഇതേ തർക്കമുള്ളൂ. പരസ്പരം താടി വളർത്തിയവരെ കുറ്റപ്പെടുത്തുക എന്നത് ഒരു ശരിയല്ല. താടി വെക്കാത്ത മുസ്ലിം അല്ല. ആരെ പറഞ്ഞു? ഞാൻ പറഞ്ഞു എന്ന് ഉസൈൻ മടവൂരിന്റെ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു. ഒരു തെളിവ് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അവസാനം ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗവും മറ്റേ പ്രസംഗത്തിന്റെ ഭാഗം എടുത്ത് ക്ലിപ്പുണ്ടാക്കി. അങ്ങനെ നമ്മളെ കുട്ടികൾ പിടികൂടിയിട്ട് മൻസൂർ അലി ചെമ്മാടിനെ വിളിച്ചു. അപ്പൊ അയാൾ പറയാണ്, അത് നിങ്ങളും കാട്ടില്ലേ? അപ്പൊ മൂപ്പര് കാട്ടിയെന്ന് ഉറപ്പായി. തിരൂരിൽ പള്ളിയിൽ വെച്ച് ഞാൻ നടത്തിയൊരു പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഒരു ക്ലിപ്പും അവസാനത്തെ ക്ലിപ്പ് ഇട്ടിട്ട് യോജിപ്പിച്ചു. എന്നിട്ട് മുസ്ലിം അല്ല എന്ന് വരുത്തി തീർത്തു. ഈ രീതിയിലുള്ള കള്ളത്തരങ്ങൾ ചെയ്തിട്ടല്ലാതെ താടി വെക്കാത്തവൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞു എന്ന ആരോപണം തെളിയിക്കാൻ സാധിക്കില്ല. പിന്നെ മൂപ്പര് പറഞ്ഞെന്താ, ഇതൊക്കെ ഒലുവാണ്. ഒലുവ് എന്ന് പറഞ്ഞാൽ എന്താ? അതിര് കവിയൽ. അതിര് കവിയലിന്റെ ഹുക്മെന്താ? അത് കുഫറാണ്. ഇയ്യാക്കും വൽ ഗുലുവ
ഫഇന്നൽ ഗുലുവ അഹ്ലക മൻ കാന ഖബ്ലകും. അതിര് കവിയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളെ മുമ്പുള്ളവരെ നശിപ്പിച്ച അതിര് കവിയലാണ്. അതിര് കവിയാന്ന് പറയണെങ്കിൽ ആദ്യം അതിരേതാന്ന് അറിയണ്ടേ? ഇയാൾക്ക് അതിരറിഞ്ഞൂടാ. വഴി അറിയാത്തവന് വഴി തെറ്റിയാ മനസ്സിലാവും, ഓനൊക്കെ വഴിയല്ലേ എന്നതുപോലെ അതിര് തിരിയാത്തവന് അതിര് കവിയൽ എന്ന് പറയാ. താടി വളർത്തൽ സുന്നത്താണ്, അത് സ്വീകരിച്ചാൽ അതിര് കവിയലായി. വസ്ത്രം കയറ്റി കൊടുക്കൽ സുന്നത്താണ്, അത് സ്വീകരിച്ചാൽ അതിര് കവിയലായി. ഇങ്ങനത്തെ ഇവർക്കൊന്നും ഒരു വിലക്കുമില്ല, ഒരു ശാസനയില്ല, ഒരു ഷോക്കോസ് നോട്ടീസും ഇല്ല. ഇയാൾ ആസ്ഥാനതായ ഇയാളെ ഈ ക്ലിപ്പിട്ടിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ നമ്മളെ പരിഹസിക്കുമ്പോ, മുജാഹിദുകളെ വേദനിക്കുമ്പോ വീണ്ടും നിഅമത്തുല്ലാഹി ഫാറൂഖി സെഡിറ്റവറിൽ പ്രസംഗിക്കുന്നു, വീണ്ടും പ്രസംഗിക്കുന്നു. അത് അവിടെ ഒരു കോക്കസ് ഉണ്ട്, ആ കോക്കസിന് ഇയാൾ പ്രിയപ്പെട്ട ആളാണ്. അതന്നെ ഇതിന്റെ കാര്യം. ഇനി നിങ്ങൾ നോക്ക്, MSMലൊക്കെ ISMലൊക്കെ വരാൻ കുട്ടികൾ മടിക്കുകയാണ്. നിങ്ങളെ കാലത്ത് മടിക്കുണ്ടാവും, ഇപ്പൊ മടിക്കണില്ല. ഇപ്പൊ രക്ഷിതാക്കളൊക്കെ കുട്ടികളെ ആക്കാൻ വേണ്ടിയിട്ട് നല്ല മക്കളായി വരട്ടെ, MSMലൊക്കെ പ്രവർത്തിച്ചിട്ട് വിചാരിച്ച് കുട്ടികളെ കൊണ്ടുവന്നാക്കുക. നമുക്കും അവസരം കിട്ടിയില്ല. ഇവർക്കിതൊക്കെ ലജ്ജയാണ്. ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ സ്വീകരിക്കാൻ ലജ്ജയുള്ള ഇത്തരം ആളുകൾ ഇവരൊക്കെ സെലഫികളാണോ? കുട്ടികളത് ചെയ്തതിന് പ്രോത്സാഹിപ്പിക്കല്ലേ ഇയാള്? അറപ്പ് വെറുപ്പ് കണ്ടില്ല നിങ്ങള്? ഡോക്ടറിന് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളെ പാന്റിന്റെ കോലം എന്താ? പാന്റ് നിലത്തേച്ചല്ല പ്രശ്നം, നെരിയാണിയേക്കാൾ അല്പം കൂടി മേലോട്ട് വെച്ച് കുട്ടികൾ കട്ട് ചെയ്ത് കളഞ്ഞു. നോക്കൂ നിങ്ങള്, അതൊന്ന് കാണിച്ചു കൊടുക്കും മോനെ. ആ വസ്ത്രം കയറ്റി വെക്കുന്നതിനെ കളിയാക്കിയത് ഇതാണ്. ഒലുവ്, ഒലുവുൻ ഫിൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. തജാവുസുൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. ഒരു അതിർത്തി. മതം എന്ന് പറഞ്ഞാൽ മിതമാണ്, മതം വളരെ എളുപ്പവുമാണ്. പക്ഷെ ഈ തീവ്രത കാണുമ്പം കുട്ടികൾ ഇതിലേക്ക് വരാൻ മടിക്കുക. അതിപ്പോ ഞാൻ MSMലേക്ക് വന്നാല്, ISMൽ വന്നാല് പിന്നെ ഈ കോച്ചിലൊക്കെ ഞാനും നടക്കണ്ടേ? എടങ്ങേറാണ്, എടങ്ങേറായി തോന്നും. മതം എളുപ്പമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അദ്ദീനു യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്. കൊണ്ടു നടക്കാനും ചെയ്യാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ ഇത്ര എളുപ്പമുള്ളൊരു സംഗതി വേറല്ല. അതുകൊണ്ട് പറഞ്ഞ് ബേജാറാക്കിയിട്ട് ഇതിക്ക് വന്നാൽ അങ്ങനെ ഒന്നും എന്നോട് കഴിയൂല, അതുകൊണ്ട് കുറച്ചുകൂടി കാലം കഴിയട്ടെ എന്ന അവസ്ഥയിലേക്ക് മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുക. നിരാണ്ട മേപ്പറോട് കയറ്റിയിട്ട് 3/4 എന്താ പറയല്, ആ നിലക്ക് അവിടെയാണ് മുറിച്ച്. നല്ല നല്ല എഞ്ചിനീയറിംഗിന് പഠിക്കണ കുട്ടികൾ, MBBSന് പഠിക്കണ കുട്ടികൾ ഈ ഒലുവ് തലയിൽ കയറിയിട്ട് ഓരോരുത്തരോട് പറഞ്ഞ് പേടിപ്പിക്കാങ്ങളെ കത്തിരിയാണ്ട് എടുത്തിട്ട് നെരിയാണിന്റെ അവിടെ വെച്ചാ പോരെ, അതിന്റെ മേലെ കയറ്റിട്ട് മുറിക്കുക. അപകടമാണ്, ഭയങ്കര അപകടം. എന്താ അപകടം? നെരിയാണിന്റെ കുറച്ചുകൂടി മേലെ കയറ്റിട്ട് കുട്ടികൾ മുറിച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. എന്താ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ എന്താ? ഇസ്റത്തുൽ മുഅ്മിനി ഇലാ അൻസാഫി സാഖൈഹി, മുഅ്മിനിന്റെ തുണിയുടെ അതിർത്തി മുട്ടുകാലിന്റെയും നെരിയാണ്ടിയും നടുക്കാണ്. മുമ്പത്തെ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ റസൂൽ പറഞ്ഞു ഫലാ ഹറജ ഫീമാ ബൈനഹു വബൈനൽ കഅബൈൻ, അവിടെ മുതൽ നെരിയാണി വരെ നീട്ടുന്നതിന് കുഴപ്പമില്ല. കണ്ടോ? ഫമാ അസ്ഫലൽ കഅബൈൻ ഫഹുവ ഫിന്നാർ, അതിന് താഴെ പോയാൽ അത് നരകത്തിലാണ്. ഈ ഹദീസ് ഞാൻ പല സ്ഥലത്ത് ഉദ്ധരിച്ചു. ഈ ഒരൊറ്റ വ്യതിയാനക്കാരൻ അതിന് മറുപടി പറയും. അങ്ങനെ ഹദീസ് ഉണ്ടോന്ന് പറയാങ്ങള്, അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കൂല എന്ന് പറ. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടികൾ മേലോട്ടുണ്ട് മുറിച്ചത്. ഇവിടെ ബർമൂഡിട്ട് നടക്കുന്ന എത്ര ആളുണ്ട്? മുട്ടുകാലിന്റെ തൊട്ട് താഴെ അതിട്ട് നിസ്കരിക്കാനും കൂടി വരും. അതിനൊരു ആക്ഷേപമല്ല, കാരണം അത് മൂത്രയിച്ച കേൾക്കാത്തവനും കക്കൂസുപോയ കേൾക്കാത്ത തുടക്കണവും കൊണ്ടെന്നാണല്ലോ പാശ്ചാത്യൻ. എഞ്ചിനീയറും ഡോക്ടറൊക്കെ ബർമൂഡിട്ട് കണ്ട് രാവിലെ ഇങ്ങനെ നടക്കുന്ന ചെറിയ കുട്ടികളുമായി നിക്കർ വിട്ടിട്ട്, അതിനൊരു ആക്ഷേപമല്ല. അപ്പൊ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകളെ പരിഹസിക്കുക, എന്നിട്ട് മനം മടിപ്പിച്ച് പിന്നോട്ട് വലിക്കുക. ആര്? അല്ലാഹുവിന്റെ റസൂല്. റസൂലാണല്ലോ ഇപ്പൊ ഇത് പറഞ്ഞത്. മുഅ്മിനിന്റെ വസ്ത്രം അവിടെയാണ് ഇതിന്റെ അതിർത്തി. അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ റസൂല് കാണുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വസ്ത്രം അദ്ദേഹം അറിയാതെ കുറച്ച് താഴെ പോയിട്ടുണ്ട്. അയ്യാ അബ്ദല്ലാ ഇർഫഅ ഇസാറക, തുണി കയറ്റി കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹം കയറ്റി കൊടുത്തു. യുസിദ്, ഇനിയും കുറച്ച് കയറ്റി. അപ്പൊ കണ്ടു നിന്നൊരാൾ ചോദിച്ചു എത്ര കയറ്റുണ്ട്? ഇല നിസ്ഫി സാഖ്, കണങ്കാലിന്റെ മധ്യത്തിൽ വരെ. അപ്പൊ മനം മടിപ്പിച്ച് പിന്നോട്ട് വലിക്കണത് ആരാ? അള്ളാന്റെ റസൂല്. ആരെ അപ്പൊ പരിഹസിച്ചത്? അള്ളാന്റെ റസൂലിനെ. ഇവനൊക്കെയാണ് ആസ്ഥാനതായി. മനസ്സിലാക്കണം, ഇതിനൊന്നും ഒരു ഷോക്കോസ് നോട്ടീസും ഇല്ല. അതാണ് ഇവിടുത്തെ ആ പ്രശ്നം. പ്രശ്നം എന്താ നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇനി കണ്ടോ, സ്ത്രീകൾ മുഖം മറക്കുന്നതിനെ കളിയാക്കുന്നത് പരിഹാസം തന്നെ. ഒരു ഞാൻ കല്ലായിക്കാരനാണ്, മറ്റോ പറഞ്ഞാൽ കരിങ്കല്ലായിക്കാരനാണ്. അങ്ങനെ കരിങ്കല്ലായിക്കാരനാണ്, കല്ലായിക്കാരനായ മനസ്സിലായോ? എല്ലാത്തിനും ഒരു പാകുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോണ്ട. പണ്ട് സ്ത്രീകളെ വീടിന്റെ ഉള്ളിലിരുത്തണം എന്ന് പറഞ്ഞ ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് വയലുകൾ നടത്തി
പ്രബോധനം നടത്തി എന്താക്കിച്ചാൽ നമ്മൾ നല്ല വനിതാ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കുന്ന ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ഉണ്ടാക്കി നമ്മൾ ഇത് വീട്ടിന്റെ ഉള്ളിലിരിക്കണമെന്നേ പറയുന്നത്. ഇപ്പൊ എന്താ വെച്ചാൽ മൂന്ത വരിഞ്ഞ് കിട്ടുക, പുട്ടുംകുറ്റി വരിഞ്ഞ മാതിരി പെണ്ണുങ്ങളെ മൂന്ത വരിക, ഇങ്ങോട്ട് പുറത്തിറക്കാതെ ഉള്ളിലിരുത്തി പീഡിപ്പിക്കുക. പടച്ചോനെ ഉലുവാണത്. ഇത് ഐഡന്റിറ്റിയാ, മുഖം എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഐഡന്റിറ്റിയാ. ഇപ്പൊ എന്റെ ഭാര്യയായിട്ട് ഇയാളങ്ങോട്ട് പോവുക, ഞാൻ അങ്ങനെ നോക്കി എനിക്കറിയോ മൂന്ത വരി കെട്ടിയാൽ സുഖമായിട്ട് ഇയാൾക്ക് ഓളയും കൊണ്ട് പോവുക. ഇതൊരു മറയായി സ്വീകരിച്ചെന്ന്. എന്നാളിപ്പോ കള്ളനെ പിടിച്ചപ്പം ഇവൻ എന്താ ചെയ്ത് വെച്ചാൽ പർദ്ദട്ടാണ് മുഖം മറിച്ചാണ്ടാ പോയത്. ഇത് ടി വിയിൽ നമ്മൾ കാണണല്ലേ. മുഖം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഐഡന്റിറ്റിയാ. ആ മുഖം മറക്കാതെ ഒരു പെണ്ണങ്ങാണ് ഇയാളെ പണി കയറിപ്പോ അപ്പൊ എനിക്ക് വിശ്വസിക്കാം നിങ്ങളെ പെണ്ണുങ്ങളെ ഓള് കള്ളെത്തിയാട്ടോ ഇന്നാളപ്പം പോണേ ഞാൻ കണ്ടേ. ഇത് ഖിയാമത്ത് വരെ പിടുത്തം കിട്ടുമോ? ടിവിയും പെണ്ണുങ്ങളെ അല്ല നോക്കേണ്ടത്, ഖുർആനുക്കും ഹദീസുക്കാ നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ കുഴപ്പം. ടി വി നമ്മൾ കാണുന്നതല്ലേ. മുഖം മറക്കുന്നത് ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ സ്വഭാവമായിരുന്നു. നമ്മുടെ ഉമ്മമാരുടെ, നമ്മുടെ ഉമ്മമാരെ പ്രവാചക പത്നിമാർ മുഖം മറച്ചിരുന്നു. ഒരു മനുഷ്യന്റെ സൗന്ദര്യത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഭാഗം മുഖാണ്. പല്ലും ചുണ്ടും കണ്ണും ഒന്നും ആരും കാണണ്ട. ഏതൊരു പുരുഷനോടും സംസാരിക്കും അവരിങ്ങനെ നോക്കുമല്ലോ, നോക്കാതിരിക്കാൻ വേണ്ടി ഒരു പെണ്ണ് മുഖം മറച്ച നല്ലതാണെന്നല്ലേ പറയേണ്ടത്. അതിന് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി വനിതകളും അവിടുത്തെ പത്നിമാരുടെയൊക്കെ വേഷത്തെ കളിയാക്ക, പുട്ടുകുറ്റി മരിഞ്ഞു കെട്ടിയ മാതിരി. ഇപ്പൊ കുറ്റിപ്പുട്ടുണ്ടാക്കുമ്പോ കാറ്റ് ആവി പുറത്തു വയ്ക്കാൻ വേണ്ടി ഒന്നിങ്ങനെ ചുറ്റി കെട്ടുമല്ലോ, അതിനെ കളിയാക്കയാണ്. സുന്നത്തിനെ പരിഹസിക്കുകയാണ്. പ്രവാചക പത്നിമാരെയും സഹാബി വനിതകളെയും പരിഹസിക്കുക. വടക്കൻ കേരളത്തിൽ കണ്ണൂരും കാസർഗോഡൊക്കെ എത്രയോ മുഖം മറച്ച പെണ്ണുങ്ങളുണ്ട്. ആരാന്റെ ഒപ്പം ചാടിപ്പോയാ കാണൂല. എന്നിട്ട് മലപ്പുറം ജില്ലയിൽ ഇപ്പൊ ആരും പോണൂല്ല. മുഖം മറക്കാതെ നടന്നിട്ട് ആരും മറ്റവരൊപ്പം പോണില്ല. എത്ര പെണ്ണുങ്ങൾ പോണ്? പോകാൻ വിചാരിച്ച പെണ്ണിന് മുഖം മറച്ചും പോകാം മറക്കാതെയും പോകാം. അതുകൊണ്ടൊന്നും അതില്ലാതെക്കൂല. അതൊക്കെ ചില അഖലാനിയത്താണ്. പ്രമാണങ്ങളിലുള്ളത് പറയാതെ അഖല് കൊണ്ട് ദീനുണ്ടാക്കുക. ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ പരിഹസിക്കുകയാണ്. പെണ്ണുങ്ങള് ഉള്ളിന്റെ ഉള്ളിൽ എഴുത്താണ്. ഇവിടെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയിട്ടുള്ള പ്രശ്നം ആകുള്ളത്. പെണ്ണുങ്ങൾ അഴിഞ്ഞാട്ടാണ് ഇവിടുത്തെ പ്രശ്നം. അതിനെ നിയന്ത്രിക്കണം എന്നാ എല്ലാവരും പറയുന്നത്. മതമില്ലാത്ത സാംസ്കാരിക നായകന്മാർ പോലും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ആണുങ്ങളുടെ വികാരത്തെ ഇക്കിളിപ്പെടുത്തുന്ന, ആണുങ്ങളുടെ ലൈംഗിക വികാരത്തെ പ്രകോപിപ്പിക്കുന്ന വസ്ത്രധാരണവുമായിട്ട് പെണ്ണുങ്ങൾ അഴിഞ്ഞാടുന്ന അന്നത്തെ പ്രശ്നം. അതിനെ നിയന്ത്രിക്കേണ്ട മതപ്രബോധനം